ആണ് പരിശുദ്ധമായ ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. നമുക്ക് കിട്ടുന്ന എല്ലാ സമയങ്ങളും നാം പരിശുദ്ധമായ ഖുർആൻ ഓതണം. എന്നാൽ ചില സമയത്ത് വളരെ പ്രാധാന്യമുള്ള സമയമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദുഖാന ഫിൽ ലൈലത്തിൽ ജുമുഅത്തി ഔ യൗമൽ ജുമുഅത്തി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അതിന്റെ പകലിലോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുദ് ദുഖാൻ പാരായണം ചെയ്താൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ നാം പതിവാക്കണം. ഇങ്ങനെയുള്ള പ്രത്യേകമായ സൂറത്തുകളും പ്രത്യേകമായ ദിവസങ്ങളിലും അത് നാം ഓതാൻ നാം ശ്രമിക്കണം. നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് അതേ അല്ലാഹു നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതായ സ്വർഗം ലഭിക്കാൻ വേണ്ടിയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതായ നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകളെല്ലാം അതിന് നമ്മൾ നന്ദിയുള്ളവരാകേണ്ടേ, അതിനെല്ലാം നാം ശുക്ർ ചെയ്യേണ്ടയോ. അല്ലാഹു നമുക്ക് നല്ല വീട് തന്നു, നല്ല വാഹനം തന്നു, മക്കളെ തന്നു, നമുക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകി. എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു നമുക്ക് അതിന് പ്രതിഫലമായി തരുന്നതല്ലേ സ്വർഗം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം ചൊല്ലണം, ധാരാളം ദിക്റുകൾ നാം വർദ്ധിപ്പിക്കണം. അല്ലയോ ഇമാമുന ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായ ഒരു ചരിത്രമുണ്ടല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, യാ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേലിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അദ്ദേഹത്തിന് 10 പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞില്ലേ? ഒരാൾ അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അദ്ദേഹത്തിന് 10 നന്മ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനെ ചെല്ലുന്ന സ്വലാത്തിനാണെന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേലിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് അല്ലാഹു 10 ഗുണം രേഖപ്പെടുത്തുന്നതാണ്. എങ്ങനെയുള്ള സ്വലാത്തിനാണെന്നറിയുമോ? നമ്മൾ ഹൃദയ സാന്നിധ്യമില്ലാതെ ചെല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, നമ്മൾ വെറുതെ പണിയെടുക്കുന്ന സമയത്ത്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നിയ്യത്തും കൂടെ ഇല്ലാതെ ചെല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തിനാണ് 10 പ്രതിഫലമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി നല്ല ആത്മാർത്ഥതയോടുകൂടെ എനിക്ക് ഞാൻ ചെല്ലുന്നതായ സ്വലാത്തിന്റെ പ്രതിഫലം എനിക്ക് വേണോ, ഞാൻ ചെല്ലുന്നതായ സ്വലാത്തിന്റെ പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് എനിക്ക് വേണോ, എൻ്റെ മരിച്ചവർക്ക് കിട്ടണം എന്നുള്ള നല്ല നിയ്യത്തോടുകൂടെ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരാളൊരു സ്വലാത്ത് ചൊല്ലിയാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ പ്രതിഫലം അറിയുന്നത് അത് അല്ലാഹുവിന് മാത്രമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഹബീബായ തങ്ങളെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, ഒരുപാട് സ്വലാത്തുകളും സലാമുകളും നാം ചൊല്ലണോ. നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ പോലും, ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. കിടക്കുന്ന സമയത്തിന്റെ മുന്നോടിയായിട്ട് ഹബീബായ തങ്ങളുടെ മേലിൽ ആ ഒരു നല്ല നിയ്യത്തോടുകൂടി ഒരു സ്വലാത്തെങ്കിലും ചെല്ലാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.